തിരുപ്പതിയിലേക്കുള്ള വഴിയിൽ ചെന്നൈയിൽ നിന്നും 54 മൈൽ അകലെ തിരുത്തണിയിൽ വിശുദ്ധ തിരുത്തണി മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിലെ തിരുത്തണിയിലെ കുന്നുകളിൽ സമുദ്രനിരപ്പിൽ നിന്നും 700 അടി ഉയരത്തിൽ ഈ ക്ഷേത്രം പ്രൗഢിയോടെ നിലകൊള്ളുന്നു. മുരുകന്റെ 6 പുണ്യസ്ഥലങ്ങൾ എന്നറിയപ്പെടുന്ന 6 പടൈ വീടുകളിലൊന്നാണിത് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. തിരുത്തണി മുരുകൻ ക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി കോവിൽ എന്നും അറിയപ്പെടുന്നു. ഭക്തർ 365 പടികൾ കയറിയാണ് ശ്രീകോവിലെത്തുന്നത് എന്നതിനാലും വർഷത്തിലെ 365 ദിവസങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനാലും 365 എന്ന നമ്പറിന് ഈ ക്ഷേത്രത്തിൽ ആഴത്തിലുള്ള അർത്ഥമുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം മിക്ക ക്ഷേത്രങ്ങളെയും പോലെ പുരാതന കാലത്താണെന്ന് ക്ഷേത്രം തന്നെ വിളിച്ചു പറയുന്നു. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നന്നായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിവരണമില്ലെങ്കിലും ക്ഷേത്രത്തിന്റെ ചുവരുകളിലെ തമിഴ് ലിഖിതങ്ങൾ നമുക്കൊരു ചെറിയ സൂചന നൽകുന്നു. 9 അല്ലെങ്കിൽ 10 നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാർ പണികഴിപ്പിച്ച ക്ഷേത്രത്തിന്റെ സാധ്യതയിലേക്കാണ് ഈ ലിഖിതങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പിന്നീട് ചോളന്മാർ ഈ ക്ഷേത്രം നവീകരിച്ചു എന്നും ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നു. സ്വർഗാധിപനായ ഇന്ദ്രൻ തന്റെ മകളായ ദേവയാനിയെ മുരുകന് വിവാഹം ചെയ്തു കൊടുക്കുകയും തന്റെ ശ്രീധനദാനത്തിന്റെ ഭാഗമായി തന്റെ ഐരാവതത്തെ സമർപ്പിക്കുകയും ചെയ്തു. ഐരാവതം പോയപ്പോൾ ഇന്ദ്രൻ തന്റെ സമ്പത്ത് ക്ഷയിക്കുന്നതായി കണ്ടതോടെ മുരുകൻ ആനയെ തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇന്ദ്രൻ ഈ വാഗ്ദാനം നിരസിക്കുകയും പകരം ആന തന്റെ ദിശയെ അഭിമുഖീകരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അന്നു മുതൽ ക്ഷേത്രത്തിലെ എല്ലാ ആനകളും കിഴക്കോട്ട് ദർശനം നടത്തിയെന്നാണ് ക്ഷേത്രത്തിന് പിന്നിലെ കഥ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം ശ്രീരാമൻ രാവണനെ തോൽപ്പിച്ച ശേഷം രാമേശ്വരത്ത് ശിവനെ ആരാധിക്കുകയും പിന്നീട് ശാന്തി നേടുന്നതിനായി തിരുത്തണിയിൽ വരികയും ചെയ്തുവെന്നും പറയപ്പെടുന്നു. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് തിരുത്തണി മുരുകൻ ക്ഷേത്രം തനികൈ എന്ന കുന്നിൻ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 700 അടി ഉയരത്തിലുള്ള ഒരു പാറയിൽ മുരുകന്റെ മനോഹരമായ വാസസ്ഥലം ഉയർന്നു നിൽക്കുന്നു. നാടകീയമായ പനോരമിക് കാഴ്ച കാണിക്കുന്ന കുന്നുകളുടെ ഒരു ശ്രേണിക്കിടയിലാണിത് സ്ഥിതി ചെയ്യുന്നത് എന്നതും ഇവയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. മുരുകനും വള്ളിയും തമ്മിലുള്ള വിവാഹം തിരുത്തണിയിൽ വെച്ചാണ് നടന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു. മലയടിവാരത്തെ പുണ്യകുളമായ തിരുത്തണി ശരവണ പൊയ്കാതിന്റെ രോഗശാന്തി ഫലങ്ങൾക്ക് വളരെ പ്രശസ്തമാണ്. കാരണം ഇവിടുത്തെ ഒഴുകുന്ന വെള്ളം സൾഫറും ഇരുമ്പും മറ്റു നിരവധി ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഒരു വ്യക്തി ഇവിടെ മുങ്ങിക്കുളിച്ചാൽ അവന്റെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി തേടുന്നു എന്നാണ് വിശ്വാസം. 1,00,000 രുദ്രാക്ഷങ്ങൾ കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ പ്രാഥമിക ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നതും ക്ഷേത്രത്തെ അത്ഭുതകരമാക്കി മാറ്റുന്നു. 200 വർഷം മുൻപ് ജീവിച്ചിരുന്ന കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ശ്രീ മുത്തുസ്വാമി ദീക്ഷിതർ തിരുത്തണിയിൽ വെച്ചാണ് പ്രചോദനം ഉൾക്കൊണ്ടത് എന്നതും ഈ ക്ഷേത്രത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. ഈ ക്ഷേത്രത്തിൽ യുദ്ധപദ്ധതികളൊന്നുമില്ലാതെ പ്രസന്നമായ മാനസികാവസ്ഥയിലായതിനാൽ മുരുകൻ ആയുധങ്ങളൊന്നും കൈവശം വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആയുധങ്ങൾക്ക് പകരം മുരുകന്റെ വലതു കൈയിൽ ഒരു വജ്രഹസ്തം കാണപ്പെടുന്നു. മയിലിന് പകരം ആനയാണ് മുരുകന്റെ വാഹനമായി ഈ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് എന്നതും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. തിരുത്തണി ക്ഷേത്രത്തിന്റെ ഏറ്റവും അടുത്തുള്ള, അതായത് 63 കിലോമീറ്റർ അകലെയുള്ള തിരുപ്പതി എയർപോർട്ട് വഴി വായുമാർഗം നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. കൂടാതെ തിരുത്തണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയായാണ് തിരുത്തണി മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.